ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് ഒരു വാഹനം നമുക്ക് എങ്ങനെ കയറ്റത്ത് റിവേഴ്സ് എടുക്കാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. കൃത്യമായിട്ട് നമ്മൾ ഹാഫ് ക്ലച്ച് കണ്ടെത്തി വാഹനം റിവേഴ്സ് എടുക്കേണ്ട സിറ്റുവേഷൻ തീർച്ചയായിട്ടും കയറ്റത്തിൽ ഉണ്ടാകും. അത് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ബാക്കിലായിട്ട് ആ ഒരു ഭാഗത്ത് ഒരു കയറ്റമുണ്ട്. ആ ഒരു കയറ്റത്ത് നമുക്ക് റിവേഴ്സ് എടുത്ത് നോക്കാം. നിങ്ങളിത് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. കാരണം നമ്മളൊരു വാഹനവുമായിട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇറക്കത്ത് നമ്മുടെ വാഹനം നിർത്തി അല്ലെങ്കിൽ വാഹനം നിർത്തിയിട്ട് കുറച്ചൊന്ന് ബാക്കിലേക്ക് എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും റിവേഴ്സ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൽ വാഹനം ബാക്കിലേക്ക് എടുക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ റിവേഴ്സിൽ വാഹനം എടുക്കാനായിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് കയറ്റത്ത് വാഹനം ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ബാക്കിലേക്ക് നല്ല രീതിയിലുള്ള ഒരു കയറ്റമാണ്. നമ്മൾ ഈ ഒരു കയറ്റത്തെ വാഹനം റിവേഴ്സ് എടുക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യമായിട്ടൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ പ്രധാനമായിട്ടും റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, വാഹനത്തിൻ്റെ ഗിയർ നിങ്ങൾ ന്യൂട്രാക്കുക. ഏത് ഒരു ഗിയറിലാണെങ്കിലും ജസ്റ്റ് നമ്മളത് ന്യൂട്രാക്കി കൊടുത്തതിന് ശേഷം കൈ ഈ രീതിയിൽ പിടിക്കുക. റിവേഴ്സ് ഗിയർ ഇടാനായിട്ട് ഈ രീതിയിൽ പിടിച്ചതിന് ശേഷം മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ചേർക്കുക, താഴോട്ടിടുക. ഇപ്പം നമുക്ക് കൃത്യമായിട്ട് റിവേഴ്സ് ഗിയർ ഇടാൻ കഴിയും. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിവേഴ്സ് ഗിയറിന് പകരം ഫോർത്ത് ഗിയർ ആയിരിക്കും വീഴുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഗിയർ റിവേഴ്സിലാണെന്ന് ഉറപ്പ് വരുത്താനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മാക്സിമം ന്യൂട്രൽ വന്നിട്ട് ലിവർ ഇവിടെ ചേർന്നിട്ട് താഴെയാണ് റിവേഴ്സ് ഗിയർ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടും റിവേഴ്സ് ഗിയർ ഇടാൻ കഴിയും. ഇനി നമ്മൾ വാഹനം കയറ്റത്ത് ബാക്കിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൃത്യമായിട്ടും ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചാണ് ഒരു വാഹനം മുന്നോട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ വാഹനം ജസ്റ്റ് റിവേഴ്സ് എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ നോട്ടം ലെഫ്റ്റ് മിററും റൈറ്റ് സൈഡിലെ മിററും സെൻറ്ററിലെ മിററും നോക്കിക്കൊണ്ടത് ഈ ഒരു രീതിയിലാണ് വണ്ടി നമ്മൾ ബാക്കിലേക്ക് എടുക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു മെത്തേഡ് അനുസരിച്ചാണ് നമ്മൾ വാഹനം ബാക്കിലേക്ക് എടുക്കുന്നത്. ഈ ഒരു സമയത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കക്കാരെ സംബന്ധിച്ച് വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്കിലേക്ക് മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് അത് കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വാഹനം റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഒരു കയറ്റത്ത് നമ്മൾ വാഹനം മുന്നോട്ടാണ് എടുക്കുന്നതെങ്കിൽ ഓൾറെഡി നമ്മുടെ നോട്ടം മുന്നോട്ടാണ്, വാഹനത്തെ മുന്നോട്ട് മൂവ് ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ എടുക്കാൻ കഴിയും. എന്നാൽ റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് നിങ്ങൾ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡിലെ മിററും റൈറ്റ് സൈഡിലെ മിററും കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് തന്നെ വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ റിവേഴ്സ് എടുത്ത് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഫസ്റ്റ് ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യുന്ന കാലയക്കരുത്. ബ്രേക്ക് ചെയ്യുന്ന കാലയച്ചാൽ വണ്ടി മുന്നോട്ട് നീങ്ങും. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഓൾറെഡി ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി മുന്നോട്ട് നീങ്ങും. അതുകൊണ്ട് ബ്രേക്കിൽ പൂർണ്ണമായിട്ട് കാല് വെക്കുക. അതിനുശേഷം ക്ലച്ച് എന്ന് പതുക്കെ കാലയക്കുക. പതുക്കെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഹാഫ് ക്ലച്ച് വാഹനം വന്നു. കൃത്യമായിട്ട് ഹാഫ് ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റിൽ വാഹനം എത്തി എന്നതിന് ശേഷം നമ്മൾ മെല്ലെ ബ്രേക്ക് എന്ന് കാലയച്ച് നോക്കുക. വണ്ടി മുന്നോട്ട് മൂവ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് വണ്ടി മൂവ് ആകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. അതിനുശേഷം ഹാഫ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക. ആക്സിലറേറ്റർ ചെറുതായിട്ട് കൊടുക്കുന്നു. ഹാഫ് ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കുകയാണ്. ആക്സിലറേറ്റർ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അതിനുശേഷം ഞാൻ ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ക്ലച്ച് എന്ന് പതുക്കെ കാലയക്കുകയാണ്. അപ്പോൾ എനിക്ക് വാഹനം കൃത്യമായിട്ടും ബാക്കിലേക്ക് റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. പൂർണ്ണമായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിറർ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു സമയത്ത് സ്റ്റിയറിംഗ് ഞാൻ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് വാഹനം റിവേഴ്സ് എടുക്കുന്നു. നിങ്ങൾ നോക്കുക, റിവേഴ്സിലാണ് ഇപ്പോൾ വാഹനം കയറി പോകുന്നത്. ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടുക. കണ്ടില്ലേ, ഇപ്പോൾ വണ്ടി നിന്ന്. ഇനി വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്രേക്കിൽ പ്രോപ്പറായിട്ട് ചവിട്ടി പിടിക്കുക, ക്ലച്ച് എന്ന് പതുക്കെ കാലയക്കുക. ഓക്കെ, ഇപ്പോൾ ഹാഫ് ക്ലച്ച് വണ്ടി വന്നു. ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുക. ഹാഫ് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുക, ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലയക്കുക. നിങ്ങൾ നോക്കുക, വാഹനം നമ്മൾ റിവേഴ്സ് എടുക്കുകയാണ്. ആവറേജ് സ്ട്രൈറ്റ് റോഡിലാണെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. ലെഫ്റ്റ് മിറർ നോക്കിക്കൊണ്ട് ജസ്റ്റ് വാഹനം റിവേഴ്സിലേക്ക് എടുക്കാൻ നോക്കിയാൽ മതി. ഇനി നമുക്ക് ഹാഫ് ക്ലച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിലെ വാഹനം നിർത്തിയേക്കുന്ന ഈ കയറ്റത്ത്, അതായത് ഹാഫ് ക്ലച്ചിലും ചെറുതായിട്ട് ആക്സിലറേറ്ററും കൊടുത്തപ്പോൾ ബ്രേക്ക് ഇല്ലാതെ വാഹനത്തെ എനിക്ക് കയറ്റത്ത് നിർത്താൻ കഴിഞ്ഞു. ഇത് ഒരുപാട് നേരം നിങ്ങൾ ചെയ്യാനും പാടില്ല. കാരണം വാഹനത്തിന് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ വണ്ടിയുടെ ക്ലച്ച് കരിഞ്ഞു പോകും. നിങ്ങളെ കാണിച്ചതെന്നാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ചാണ് നമ്മളൊരു വാഹനം
കൃത്യമായിട്ടും റിവേഴ്സിൽ ചെറിയ കയറ്റങ്ങളിൽ വാഹനം എടുക്കേണ്ടത്. ഇത് നമ്മൾ ഒരുപാട് ദൂരമൊന്നും ഓടിച്ചുകൊണ്ട് പോകേണ്ട സിറ്റുവേഷൻ വരാറില്ല. പക്ഷെങ്കിൽ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വണ്ടി റിവേഴ്സിലേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളിത് ചെയ്യണം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഒരു വാഹനം ഓടിക്കുന്ന ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. പ്രധാനമായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റ് മിറർ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി വാഹനം ഓടിച്ചു പോകുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ റിവേഴ്സ് എടുക്കുന്ന സമയത്തും ലെഫ്റ്റ് ചേർന്നാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ വാഹനം ബാക്കിലേക്ക് മൂവ് ആകുമ്പോൾ ആ റോഡ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണണം. അത് കൃത്യമായിട്ട് നോക്കുക. അതിനനുസരിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. ചെറിയ സ്ട്രൈറ്റ് റോഡ് ആണെങ്കിൽ സ്റ്റിയറിംഗ് നേരെ ആക്കിയിട്ട് ജസ്റ്റ് റിവേഴ്സ് എടുത്താൽ മതി. പിന്നെ ആവശ്യാനുസരണം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നമുക്ക് എങ്ങോട്ടാണോ തിരിയേണ്ടത് അതനുസരിച്ച് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്കിനി വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, പ്രോപ്പറായിട്ട് ഒരു വാഹനം നിരപ്പിൽ എങ്ങനെയാണ് റിവേഴ്സ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് അതേ മേളിൽ കൊടുക്കുക. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.